ബിന്ദു മരണപ്പെട്ടതല്ല, ബിന്ദുവിനെ കൊന്നതാണ്. കാരണം ശ്വാസം മുട്ടിയാണ് ബിന്ദു മരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ആ അപകടം ഉണ്ടായപ്പോൾ അടിയന്തരമായിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ബിന്ദുവിന്റെ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു. മന്ത്രി വാസവൻ അന്ന് വൈകുന്നേരം എത്തി. പക്ഷെ എന്തായാലും അവരന്ന് ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ബിന്ദുവിന്റെ ഡെഡ് ബോഡി ആ മണ്ണിൽ കിടക്കുകയും നമ്മുടെ ബഹുമാനായ പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ വന്നാണ് തെരയണമെന്ന് പറയുകയും അങ്ങനെ ആ ബിന്ദുവിന്റെ ഡെഡ് ബോഡി കാണുകയും ചെയ്തത്. നമസ്കാരം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം ഇടിഞ്ഞു വീണ് മരണപ്പെട്ട ബിന്ദുവിനെ അറിയാത്തവരായ ആരും ഉണ്ടാകില്ല. ആ ഒരു വേദനയിൽ തന്നെയാണ് കേരളം ഇപ്പോഴിതാ നമ്മുടെ കൂടെ ബിന്ദുവിന്റെ അയൽവാസിയായിട്ടുള്ള ഒരു ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് അവിടെ ശരിക്കും നടക്കുന്നത് എന്നുള്ളതിന്റെ കൂടുതൽ കാര്യങ്ങളാണ് ചേച്ചി നമ്മളോട് പറയുന്നത്. ചേച്ചി, ബിന്ദുവിന്റെ അയൽവാസി ആയതുകൊണ്ടും അവിടുത്തെ പ്രവർത്തക ആയതുകൊണ്ടും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ നേരിട്ടറിയാം. ഞാൻ ആദ്യമായിട്ട് മെമ്പറായത് ആ വാർഡിൽ നിന്നാണ്. ബിന്ദുവിന്റെ അമ്മ എന്റെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ച് എന്നെ വിട്ടതാണ്. ആ സ്നേഹവും ബഹുമാനവും ഇപ്പോഴും ഉണ്ട്. നമുക്ക് ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ബിന്ദുവിന്റെ അമ്മയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ നമ്മൾ ആകെ എല്ലാവരും വളരെ ദുഃഖത്തിലാണ്. ആ അമ്മയെ ചേർത്ത് പിടിച്ചു നിർത്തിക്കൊണ്ട് എനിക്ക് അമ്മയെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞു. മക്കളാണെങ്കിലും കഷ്ടപ്പെട്ട് നമ്മുടെ തലയോലപ്പറമ്പിൽ ഒരു ടെക്സ്റ്റൈൽസിൽ നിന്ന് വർഷങ്ങളോളം അവിടെ ജോലി നോക്കിയിട്ട് ആ വരുമാനം കൊണ്ടാണ് കുട്ടികളെ പഠിപ്പിക്കുകയും വീട് നോക്കുകയും ഒക്കെ ചെയ്തത്. ഭർത്താവിനാണെങ്കിൽ ഒരു കൂലിപ്പണിക്കാരനാണ്. ഒട്ടും കഴിവില്ലാത്ത ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വീട്ടിലെ അംഗങ്ങളാണ് ഇവരെല്ലാവരും. സത്യം പറഞ്ഞാൽ ഈ വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ വീട്ടിലേക്ക് ഓടിച്ചെന്നത്. എന്താന്ന് വെച്ചാൽ ഈ ബിന്ദു അത്രയ്ക്ക് നല്ല ഒരു ആളാണ്. നമുക്കറിയാം, എല്ലാവരോടും വളരെ സ്നേഹത്തോടും ഇഷ്ടത്തോടും കൂടി മാത്രമുള്ള ഒരാളാണ് ഈ ബിന്ദു. പിന്നെ നമുക്ക് പറയാനുള്ള എന്താന്ന് വെച്ചെന്നാൽ ഈ ഇന്നലെ രാവിലെ 6:30 മണിക്കാണ് വീണ ജോർജ് എന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി വെളുപ്പിനെ വന്ന് അവരുടെ വീട് മുറ്റ തുറന്നുകൊണ്ട് അവരെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയും DYFIക്കാരുടെ CPM-കാരുടെ കവചത്തോടു കൂടി വന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ വീണ ജോർജ് എന്ന് പറയുന്ന ഈ നമ്മുടെ മന്ത്രി ഒരു വനിതയല്ലേ, സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞല്ലേ ഈ LDF സർക്കാർ അധികാരത്തിലിരിക്കുന്നത്. ആ കുടുംബത്തെ ഒന്ന് ചേർത്ത് നിർത്തുവാനോ അവരുടെ അടുത്തൊന്ന് ചെല്ലുവാനോ എന്തുകൊണ്ട് ആ മരണസമയത്ത് ആ വീട്ടിലെത്തിയില്ലെന്നാണ് ഞങ്ങൾക്ക് അയൽവാസികളായ ഞങ്ങൾ പലരും ചോദിക്കുന്നത്. വളരെ കഷ്ടമാണ്. അതുപോലെ തന്നെ മന്ത്രി വാസവൻ അന്ന് വൈകുന്നേരം എത്തി. പക്ഷെ എന്തായാലും അവരന്ന് ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ബിന്ദുവിന്റെ ഡെഡ് ബോഡി ആ മണ്ണിൽ കിടക്കുകയും നമ്മുടെ ബഹുമാനായ പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ വന്നാണ് തെരയണമെന്ന് പറയുകയും അങ്ങനെ ആ ബിന്ദുവിന്റെ ഡെഡ് ബോഡി കാണുകയും ചെയ്തത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നാടൊന്നടങ്കം ആ വീട്ടിൽ ഇപ്പോഴും സന്ദർശകരായിട്ട് അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും എത്തുന്നുണ്ട്. ഇന്നലെയും ഞങ്ങൾ എത്തിയിരുന്നു. അപ്പോൾ ഇത് ഈ വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയുടെ ഒരു നിഷ്ക്രിയത്വം കൊണ്ടുണ്ടായതാണ് ഈ മരണം. ശ്വാസം മുട്ടി മണ്ണ് വീണ് ശ്വാസം മുട്ടിയാണ് ഈ ബിന്ദു മരിച്ചത്. അതിനുള്ള പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ മഹിളാ കോൺഗ്രസിന്റെ പേരിലും കോൺഗ്രസിന്റെ നാളെ വൈക്കത്ത് UDF-ന്റെ നേതൃത്വത്തിൽ വൻ സമരസന്നാഹം വൈക്കം ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ നടത്തുകയാണ്. എല്ലാവരും പ്രതിഷേധങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ കേരളത്തിലെ ഇതുപോലെയുള്ള ഒരു ദുരന്തം ആവർത്തിക്കരുതെന്ന് മാത്രമേ എനിക്ക് വേളയിൽ പറയാനുള്ളത്. ഇതിൽ ഇപ്പൊ ഉണ്ടായിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം മന്ത്രി VN വാസവൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. വീണ ജോർജ് കെട്ടിടം ഉരുട്ടിവിട്ടതൊന്നും അല്ലല്ലോ. അതായത് വീണ ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റേ അല്ല ഈ ഒരു അപകടം എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനുള്ള ആരോഗ്യ കേരള സുന്ദര കേരളം നമ്പർ 1 എന്ന് പറയുന്ന ഈ പിണറായി വിജയനും വീണ ജോർജും ഞങ്ങളുടെ കോട്ടയം നിവാസികളുടെ മന്ത്രിയുമായൊക്കെ VN വാസവനും അങ്ങനത്തെ ഒരു വാക്ക് പകരണമെങ്കിൽ നമ്മുടെ അക്ഷര നഗരിയെ അക്ഷരാർത്ഥത്തിൽ താഴോട്ട് ചിന്തിപ്പിക്കുകയാണ് ജനങ്ങളെ. ഈ അക്ഷര നഗരിയുടെ ഈറ്റില്ലം എന്ന് പറയുന്ന ഈ കോട്ടയം ജില്ലയിൽ ഇതുപോലൊരു പ്രസ്താവന നടത്തിയത് ഞങ്ങൾക്ക് തന്നെ അപമാനമുണ്ട്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നാണക്കേടാണ്. ഇത്രയും ഒരു അക്ഷര നഗരിയിലുള്ള ഒരു മന്ത്രി ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അത് ശരിക്കും ആ കുടുംബത്തോടും ഈ പൊതുസമൂഹത്തോടും ചെയ്യുന്ന ഒരു അവഹേളനം മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ വരരുതായിരുന്നു. ഇവരെപ്പോഴും പറയും നമ്പർ 1 എന്ന് പറയുന്നുണ്ടല്ലോ. ഈ നമ്പർ 1 എന്ന് പറയുന്ന മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? ഈ വാസവൻ മന്ത്രിയുടെ തൊട്ടുമുറ്റത്താണല്ലോ മെഡിക്കൽ കോളേജ്, മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിലാണല്ലോ. എന്നിട്ട് മന്ത്രി എന്തുകൊണ്ട് ഈ മെഡിക്കൽ കോളേജിലെ ഇത്ര വർഷങ്ങളായി പഴക്കം ചെന്ന ഈ ബാത്റൂമുകളൊക്കെ ഉപയോഗിക്കാൻ എന്തിന് അനുവാദം കൊടുത്തു? അതുപോലെ തന്നെ നമ്മൾ വാർത്തയിൽ കണ്ടതാണല്ലോ, ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. അവിടെ ഈ കുട്ടികളുടെ ഹോസ്റ്റലുകളുടെ ശോചനീയാവസ്ഥ ഈ കേരളം ഒന്നടങ്കം കണ്ട് അതൊന്നും ഈ മന്ത്രി കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രചരണങ്ങൾ, ഇങ്ങനെയുള്ള ഒരു അപമാനകരമായ വാക്കുകൾ പറയുന്നതിന് ഞങ്ങൾ കോട്ടയം ജില്ലയിലെ ജനങ്ങൾ, കേരളത്തിലെ ഒന്നടങ്കം ജനങ്ങൾ ആ മന്ത്രിയുടെ ആ വാക്കുകൾ ഞങ്ങൾ തള്ളിക്കളയുകയാണ്. അതോടൊപ്പം തന്നെ ഉപയോഗശൂന്യമായിട്ടുള്ള കെട്ടിടമാണ് എന്നുള്ളൊരു പരാമർശം കൂടെ ഉണ്ടായിരുന്നല്ലോ. എന്താണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ശരിക്കും പറയാൻ? കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മിക്ക കെട്ടിടങ്ങളും പരിതാപകരത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ താഴെയാണ് രോഗികൾ കിടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ
ഓർത്തോ വിഭാഗത്തിൽ പോയി കിടക്കുന്നവർ പോലും താഴെ കിടന്നിട്ടുണ്ട്, താഴെയാണ് ഇപ്പോഴും കിടക്കുന്നത്. പക്ഷെ അതൊക്കെ ഈ മന്ത്രിമാർ എന്തുകൊണ്ട് കാണുന്നില്ല? മന്ത്രിമാർ അവർ പറയുന്നത് ഫണ്ടിന്റെ അപര്യാപ്തമാണെന്ന് പറയുന്നത്. പക്ഷെ ഫണ്ടിന്റെ അപര്യാപ്തമാണെങ്കിൽ അവരത് ഈ ആരോഗ്യ കേരളം, സുന്ദര കേരളം എന്ന് പറയും, അവരുടെ കുറ്റമല്ല എന്ന് പ്രസ്താവിക്കുകയും ചെയ്യുന്നത് തെറ്റല്ലേ? അത് തെറ്റല്ലേ? അതാണ് ഞങ്ങൾ പറയുന്നത്. അത് അങ്ങനെയുള്ള പ്രസ്താവനകൾ തീർച്ചയായിട്ടും ഒഴിവാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് അക്ഷരനഗരി, അക്ഷരനഗരമായ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അപമാനകരമായ ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവനകളോട് ഞങ്ങൾ ഈ കോട്ടയത്തെ ജനങ്ങളും അതുപോലെ തന്നെ തളിവലപ്പറമ്പിലെ നിവാസികളൊക്കെ ഒന്നടങ്കം അത് തള്ളിക്കളഞ്ഞു. മന്ത്രിയുടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ മന്ത്രി ഈ ആരോഗ്യ കേരളം, സുന്ദര കേരളം നമ്പർ 1 എന്നുള്ള പ്രസ്താവന ഇനിയും പറയുവാൻ വേണ്ടി പറഞ്ഞ വാക്കുകളായിരിക്കും. എന്റെ പേര് ബെറ്റി ടോജോ. ഞാൻ മഹിളാ കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റാണ്. ഈ സമയം നടക്കുമ്പോൾ അതിനെ ദൃക്സാക്ഷിയാണ് ഞാൻ. അതിനുശേഷം അപ്പം ചേച്ചി ബിന്ദുവിന് ഒരു അപകടം സംഭവിച്ച സമയത്ത് ചേച്ചി ആ ഒരു ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ വിവരങ്ങൾ ചേച്ചി തന്നെ പറയും. ചേച്ചി, ഈ മന്ത്രിമാര് പറയുന്ന കുറെ ന്യായീകരണങ്ങൾ ഉണ്ടല്ലോ, ഉപയോഗശൂന്യമായ കെട്ടിടം, ആ അപകട സ്ഥലത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ നേരിട്ട് കണ്ട ഒരു സാഹചര്യത്തിൽ എന്താണ് എനിക്ക് പറയാനുള്ളത്? ഞങ്ങൾ ഈ സംഭവം ഏകദേശം 11 മണിയോടുകൂടി ഈ സംഭവം നടക്കുന്ന സമയത്ത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞപ്പോൾ വളരെ ലാഘവത്തോടെ മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു, പക്ഷെ അവിടെ ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല, അവിടെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ആദ്യമേ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്ത. ഞങ്ങൾ ആ സമയത്ത് മഹിളാ സാഗസ് കേരള യാത്രയുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിൽ ആർപ്പൂക്കർ എന്ന മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. ഈ വാർത്ത വന്നതിന് ശേഷം ഞങ്ങൾ ആ മെഡിക്കൽ കോളേജിലെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർക്കൊപ്പം ഞങ്ങൾ അവിടെ ചെന്ന് സന്ദർശിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹൃദയഭേദകമായ ഒരു കാഴ്ചയായിരുന്നു. അതായത് ഒരു കെട്ടിടം തകർന്നു വീണിട്ട് പൊടികളും എന്താ പറയാ അവശിഷ്ടങ്ങളും മാത്രം, ഒരു ടോയ്ലറ്റിന്റെ ഭാഗങ്ങളൊക്കെ അതുപോലെ തന്നെ ഇടിഞ്ഞു വീണ ഒരവസ്ഥ. ആ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ രോഗികൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ആ സമയത്താണ് മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി KC ജോസഫ് സാറ്, MLA നമ്മുടെ ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. ചാണ്ടി ഉമ്മൻ ശക്തമായിട്ട് പറയുന്നുണ്ട്, കാരണം രോഗികളെ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം വാർഡിൽ നിന്നുമാണ് ഈ പ്രദേശത്തെത്തി. അപ്പോൾ അവിടെ പറഞ്ഞിരുന്നു, ബിന്ദുവിന്റെ ഭർത്താവ് പറയുന്നുണ്ട്, ബിന്ദുവിന്റെ മകള് പറയുന്നുണ്ട് അമ്മയെ കാണാനില്ല എന്ന് ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങളോടും പറഞ്ഞു, ബിന്ദു എന്നൊരു സ്ത്രീയെ കാണാനില്ല, ഈ അപകടത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അടിയന്തരമായിട്ട് ഇവിടെ സുരക്ഷാ പ്രവർത്തനം നടത്തണം, രക്ഷാപ്രവർത്തനം നടത്തണമെന്ന് ആവശ്യപ്പെടുകയാണ് അവിടെ വെച്ചുണ്ടായത്. അതിനുശേഷം ഏകദേശം 1 മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നത്. ശരിക്കും പറഞ്ഞാൽ ബിന്ദു മരണപ്പെട്ടതല്ല, ബിന്ദുവിനെ കൊന്നതാണ്. കാരണം ശ്വാസം മുട്ടിയാണ് ബിന്ദു മരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ആ അപകടം ഉണ്ടായപ്പോൾ അടിയന്തരമായിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ബിന്ദുവിന്റെ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു. ഇത് ശരിക്കും ഒരു കൊല തന്നെയാണ്. അതായത് ആരോഗ്യ മേഖലയിൽ ഉണ്ടായ വലിയൊരു വീഴ്ച മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. അതായത് നിരുത്തരവാദിത്വപരമായ പെരുമാറ്റം. ഒരു അപകടം ഉണ്ടായിട്ട് പോലും ആ സ്ഥലത്ത് വേണ്ട വിധത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്താനോ ഈ കൂടെ ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡേഴ്സിന്റെ അവർ എന്താണ് പറയുന്നതെന്ന് ശ്രവിക്കാൻ പോലും ആശുപത്രി അധികൃതരോ മറ്റുള്ളവരോ തയ്യാറായില്ല. മന്ത്രി വാസവന്റെ മൂക്കിന് കീഴെ ഇങ്ങനെ ഒരു അപകടം നടന്നപ്പോൾ മുഖ്യമന്ത്രി കോട്ടയം ജില്ലയിൽ ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം വന്നില്ല, അപകട സ്ഥലത്ത് വന്നില്ല. UDFന്റെ നേതാക്കൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ചാണ്ടിയുമ്മൻ, തിരുവഞ്ചൂർ സാറ്, അതുപോലെ തന്നെ KC ജോസഫ് സാറ്, ജെബി മേത്തർ MP ഇങ്ങനെ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും അവിടെ എത്തിയിട്ടും ഈ പിണറായി വിജയന്റെയും കൂട്ടരും അവിടെ എത്തിയിട്ടില്ല. മന്ത്രി വീണ ജോർജ് അവിടെ വന്നത് ഈ മരണ സംസ്കാരത്തിന് ശേഷം ഇരുട്ട് വീണ് കഴിഞ്ഞപ്പോഴാണ് ആ വീട്ടിൽ എത്തിച്ചേർന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഇരുട്ടിന്റെ മറവിൽ നടക്കുന്നത്? കാരണം ഇവർ ചെയ്തത് തെറ്റാണെന്ന് ഇവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. കള്ളത്തരത്തിന്റെയും പൊള്ളത്തരത്തിന്റെയും വൃദ്ധവാഗ്ദാനങ്ങളുടെയും പുറത്ത് അധികാരത്തിലേറിയവരാണ് ഇവർ. ഇവരെ താഴെ ഇറക്കിയില്ലെങ്കിൽ ജനങ്ങൾക്ക് ഇതുപോലെ ഇനിയും ജനങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലും. ആ അവസ്ഥയിലാണ് നമ്മുടെ കേരളം ഇപ്പോൾ. ഇതിലിപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സ തേടി അമേരിക്കയിലേക്ക് കൂടെ പോയൊരു സമയമാണല്ലോ. അതായത് ഇത്ര വലിയൊരു വിവാദപരമായിട്ടുള്ള ഒരു പ്രശ്നം നടക്കുമ്പോൾ അതിനൊരു ന്യായീകരണം പോലും നൽകാതെയാണ് പോയിരിക്കുന്നത്. അപ്പൊ ആ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആ വിഷയത്തിൽ നമുക്കറിയാം, ഈ സർക്കാർ അധികാരത്തിലേറിയത് ജനക്ഷേമത്തിന് വേണ്ടിയിട്ടല്ല, അവരുടെ കുടുംബത്തിനും അവരുടെ ചെങ്കൊടി പിടിച്ച് നടക്കുന്നവർക്കും മാത്രം ഈ അധികാരം കൊണ്ട് ദുർവിനിയോഗം നടത്തി അവരെ മാത്രം പുഷ്ടിപ്പെടുത്താൻ അറിയാം. നമുക്കറിയാം, നമ്പർ 1 ആരോഗ്യ കേരളം, നമ്പർ 1 കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പബ്ലിസിറ്റി കൊടുത്ത് ലക്ഷങ്ങളുടെയും കോടികളുടെയും ഒക്കെ ഫ്ലക്സ് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഈ പിണറായി വിജയൻ ഇപ്പോൾ എന്തിനാണ് അമേരിക്കയിലേക്ക് പോയത്? കേരളം നമ്പർ 1 ആണെങ്കിൽ ചികിത്സയ്ക്ക് കേരളത്തിലല്ലേ വരേണ്ടത്? അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായ ദിവസമാണ് പിണറായി വിജയൻ, ആ മൃതസംസ്കാര ചടങ്ങ് നടക്കുന്ന ദിവസം പിണറായി വിജയൻ അമേരിക്കയ്ക്ക് പോയി. ലേശമെങ്കിലും ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത് ഇതെല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ട് ആദ്യം വരേണ്ടത് ആ കുടുംബത്തായിരുന്നു. പക്ഷെ അവർ മനഃപൂർവ്വം ദൈനംദിനം ജനങ്ങളെ കൊന്നൊടുക്കുകയാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. ജനങ്ങളെ കൊന്നെടുക്കാൻ വേണ്ടി മാത്രം അധികാരത്തിലേറിയ ഈ സർക്കാരിന് ഇതൊന്നും ഒരു പ്രശ്നവുമല്ല. ഒരു ആരോഗ്യമന്ത്രിക്കോ ഒരു മുഖ്യമന്ത്രിക്കോ ഒന്നും ഇതൊന്നും പ്രശ്നമല്ല. കാരണം ഇവരും ഇവരുടെ കൂട്ടരും ജനങ്ങളെ
കൊന്നൊടുക്കാൻ വേണ്ടി മാത്രം അധികാരത്തിലേറിയവരാണ്. ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ഈ സർക്കാർ ഇനി നമുക്ക് വേണ്ട. ജനം അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വൃദ്ധ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ആണ് ഇവർ മുന്നോട്ട് പോകുന്നത്. കാരണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആശാ വർക്കർമാർ ഇന്ന് തെരുവീതിയിൽ സമരം നടത്തുന്നത്. അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് 700 രൂപ അവരുടെ പ്രകടന പത്രികയിൽ 700 രൂപ വാഗ്ദാനം ചെയ്ത് അടിച്ചു വെച്ചിട്ട് അവർ എന്തുകൊണ്ടാണ് ഇത് കൊടുക്കാൻ തയ്യാറാകാത്തത്? ഇപ്പോൾ ആ തുച്ഛമായ തുകയ്ക്ക് വേണ്ടി അവർ തെരുവിലൂടെ അലഞ്ഞിട്ടും അവരോട് മനസാക്ഷി കാണിക്കാത്ത ഈ പിണറായി വിജയൻ ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് ഈ അധികാര കസേരയിൽ ഇരിക്കുന്നത്? ഈ പിണറായി വിജയനെ താഴെ ഇറക്കുവോളം മഹിളാ കോൺഗ്രസ് ശക്തമായ സമരമുഖങ്ങളിൽ ഉണ്ടാകും. അടുത്ത ദിവസം കോട്ടയത്ത് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് നീതി വേണം. ഇതുപോലുള്ള അപകടങ്ങൾ ഒന്നല്ല 1000 കഴിഞ്ഞു. ഇനി ഈ സർക്കാർ തുടരാൻ നമുക്ക് അനുവദിച്ചുകൂടാ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ ഒറ്റ കാര്യം കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ വി എൻ വാസവൻ എന്ന് പറയുന്ന മന്ത്രി, അദ്ദേഹത്തിന്റെ കൂടെ ഉത്തരവാദിത്തമാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സുരക്ഷയും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, എന്തിനാണ് വീണ ജോർജിനെ എല്ലാവരും കൂടെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? വീണ ജോർജ് കെട്ടിടം ഉരുട്ടി വിട്ടതൊന്നുമല്ലല്ലോ ബിന്ദുവിന്റെ മേലേക്കുന്ന. അപ്പോൾ ആ ഒരു പ്രസ്താവന കൂടെ കേൾക്കുമ്പോൾ എന്താണ്? ശുദ്ധ മണ്ടത്തരം വിളമ്പുന്ന ഈ പിണറായി സർക്കാർ. കാരണം ഈ മുഖ്യമന്ത്രി, ഈ പിണറായി സർക്കാരും നമുക്കറിയാം, ഒരു വിദ്യാഭ്യാസ മേഖല തകർന്നുടഞ്ഞില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെട്ടില്ലേ? കേരളത്തിൽ പഠിക്കാൻ ഇനി നാണക്കേട് ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ നയിച്ചില്ലേ ഈ മന്ത്രി? ഈ മുഖ്യമന്ത്രിയും ഇതിനോടൊപ്പം നിൽക്കുന്ന ഓരോ മന്ത്രിമാരും തീർച്ചയായിട്ടും അവരുടെ സ്ഥാനം എന്താണെന്നോ അവരുടെ കർത്തവ്യം എന്താണെന്നോ മനസ്സിലാക്കാതെ, അവരെന്തിനാണ് അധികാരത്തിലേറിയെന്ന് പോലും അവർക്ക് മനസ്സിലാവാതെ, അവർ കോടികള് ജനങ്ങളുടെ കൊള്ളയടിച്ചുകൊണ്ട്, നമ്മുടെ നികുതി പണം പിരിച്ചുകൊണ്ട്, ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ മാത്രമേ അവർക്കറിയുള്ളൂ. മന്ത്രി വാസവന്റെ മൂക്കിന് കീഴെ കിടക്കുന്ന ഈ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. രോഗികൾ അവിടെ ചെല്ലും. നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് എത്രയോ ക്ഷേമ പദ്ധതികൾ ഉണ്ടായിരുന്നു, എന്തെല്ലാം ചികിത്സാ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം തച്ചുടച്ചുകൊണ്ട് ഇപ്പൊ ഒന്നിനും ഫണ്ടില്ല. അവർക്ക് ദൂരത്തിന് മാത്രമേ ഫണ്ടുള്ളൂ. ഇവരെന്തിനാണ് ആ കസേരയിൽ ഇരിക്കുന്നതെന്ന് ഇവർക്ക് സ്വന്തമായിട്ട് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഇവർ പറയുന്ന വീണ ജോർജിന്റെ കുറ്റം കണ്ടാണ് കെട്ടിടം ഇടിഞ്ഞു വീണത്. അത് ചോദിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇയാൾ ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല. ഒരു MLA സ്ഥാനത്ത് ഇരിക്കേണ്ട ആൾ പറയുന്നത്. കാരണം അവർക്ക് അവരുടെ ഉത്തരവാദിത്തം എന്താണെന്ന് അറിയാത്തത് കൊണ്ട്, അങ്ങനെയാണ് ഈ ഉത്തരവാദിത്തം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത്. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഇവർ അധികാരത്തിലേറിയെന്ന് ഇവർക്ക് യാതൊരു നിശ്ചയമില്ലാത്ത അവസ്ഥയാണ്. അത് തന്നെയാണ് അവർ പറഞ്ഞിരുന്നത്.